കണ്ണൻ നായർ AR ക്യാമ്പിന് മുന്നിൽ നിന്നും പത്തനംതിട്ട AR ക്യാമ്പിന് മുന്നിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൻ, ഒരു 10 മണി സമയത്തോടു കൂടി വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഇറക്കും എന്നാണ് മുൻപ് അറിഞ്ഞിരുന്നത്. ഉടൻ തന്നെ പുറത്തേക്ക് ഇറക്കാനുള്ള സാധ്യതയുണ്ടോ? ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണോ? പൂജ, ഈ ഉടൻ തന്നെ വൈദ്യപരിശോധനയ്ക്കായി ഇറക്കാനുള്ള സാധ്യതയില്ല. 10 മണിക്കൂറോടുകൂടി വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുമെന്നാണ് നേരത്തെ അറിയിച്ചത്. എന്നാൽ അല്പം കൂടി വൈകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആദ്യഘട്ടം ഏതാണ്ട് 4.5 മണിക്കൂറാണ് ചോദ്യം ചെയ്യൽ നടത്തിയത്. അതിനുശേഷം ഭക്ഷണം നൽകാൻ വേണ്ടി ഒരു ചെറിയ ഇടവേള എടുത്തു. അതിനുശേഷമാണ് വീണ്ടും ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യൽ തന്നെയാണ്. കാര്യം, ആദ്യ 2 അനുഭവങ്ങൾ പോലീസിന് മുന്നിലുണ്ട്. ആദ്യം കേസ് വന്ന സമയത്ത് രാഹുൽ രക്ഷപ്പെട്ടത്, പിന്നീട് ജാമ്യം അടക്കമുള്ള കാര്യങ്ങൾ ലഭിച്ച ഒരു കാര്യം പോലീസിന് മുന്നിലുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള നടപടിയിലേക്ക് പോകാതെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ശേഖരിക്കുക, അയാളുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ പോലീസ് കരുതുന്നത്. SIT സംഘം അത്തരത്തിലുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തുന്നത്. കാര്യം, ഇതിൽ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. കാര്യം, ഏതൊക്കെ തരത്തിലാണ് താൻ പീഡനത്തിന് ഇരയായത്, രാഹുൽ ഏതൊക്കെ തരത്തിലാണ് തന്നെ ചൂഷണം ചെയ്തത്, അതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അതിജീവിത മൊഴി നൽകിയിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ പത്തനംതിട്ടയിലെ ഒരു ഹോട്ടലിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു. ആദ്യം താനും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനെന്നുള്ള വ്യാജേന അവിടേക്ക് എത്തുകയും ഒരു സുഹൃത്തിൻ്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് ആദ്യം വരികയും അതിനുശേഷം അത് ഒരു വിവാഹ വാഗ്ദാനം നൽകിയ ഒരു പ്രണയത്തിലേക്ക് നയിക്കുകയുമായിരുന്നു. ആദ്യം ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണാം എന്നുള്ള ഒരു നിർദ്ദേശം ആണ് പെൺകുട്ടി വെച്ചത്. ആദ്യം പരസ്പരം കാണണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച രാഹുലാണ്. എന്നാൽ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അതിജീവിത എത്തുന്നു. എന്നാൽ തൻ്റെ സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയമാണ്, അതുകൊണ്ട് തന്നെ താൻ ഒരു ഹോട്ടലിൽ മുറിയെടുത്തിട്ടുണ്ട്, അവിടെ വെച്ച് കാണാമെന്ന് ഈ പെൺകുട്ടിയോട് പറയുന്നു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. ആ ഹോട്ടലിലേക്ക് ആ അതിജീവിത എത്തുന്നു. എത്തിയ സമയത്ത് തന്നെ ക്രൂരമായി ആക്രമിക്കുകയും ക്രൂരമായി തന്നെ ബലാത്സംഗം ചെയ്യുകയുമാണ്. കൊടിയ പീഡനമാണ് തനിക്ക് മേൽ അയാൾ നടത്തിയത്. അയാൾ പറഞ്ഞത് തനിക്ക് ആ അതിജീവിതയിൽ ഒരു കുഞ്ഞ് വേണം, ആ കുഞ്ഞിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതെന്നാണ് രാഹുൽ പറഞ്ഞതെന്ന് പരാതിയിൽ പറയുന്നു. അതിനുശേഷം ഈ സ്ത്രീ ഗർഭിണിയായി. അന്നേരം ഗർഭചിത്രം നടത്താനുള്ള നിർദ്ദേശം നൽകുകയും ഭ്രൂണഹത്യ നടത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകുകയുമായിരുന്നു. പിന്നീട് ഈ കുട്ടിയുടെ പിതൃത്വത്തിൽ അടക്കം സംശയം പ്രകടിപ്പിക്കുകയും തൻ്റെ കുട്ടിയല്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഈ സ്ത്രീയെ അപമാനിക്കുകയും ചെയ്തു. DNA പരിശോധനയ്ക്ക് ഈ അതിജീവിത ഇപ്പോഴത്തെ കേസിലെ അതിജീവിത ആവശ്യപ്പെട്ടെങ്കിലും അതിന് തയ്യാറായില്ല. അസഭ്യവർഷവും പിന്നീട് ആക്രമണങ്ങളും ഒക്കെയാണ് നടന്നത്. അതിനുശേഷം ഈ പെൺകുട്ടിയെ പൂർണ്ണമായി ഒഴിവാക്കുന്ന അവസ്ഥയിലേക്ക് പോയി. ഓരോ സമയത്തും ഉണ്ടായ ഇൻസിഡൻസിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ ഈ കുട്ടിക്ക് സാധിച്ചു, ഈ അതിജീവിതയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അവർ മുഖ്യമന്ത്രിക്കാണ് ആദ്യം പരാതി നൽകിയത്. ആ പരാതിയിൽ ഏത് ആരോപണമാണോ താൻ ഉന്നയിക്കുന്നത് ആ ആരോപണത്തിൻ്റെ ഓരോ രേഖകൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ആ പരാതിയിലേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള തെളിവാണ് ഇതെന്ന് SITക്ക് മനസ്സിലാവുകയും SIT ഈ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചു. ഈ ഹോട്ടലുകളിലടക്കം ഒരു ഷാഡോ പരിശോധനകൾ പോലീസ് നടത്തി. ഏതെങ്കിലും തരത്തിൽ പരസ്യ പരിശോധന നടത്തി കഴിഞ്ഞാൽ ആ ഹോട്ടലിൽ നിന്നുള്ള വിവരങ്ങൾ രാഹുൽ അറിയുമെന്നുള്ളൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. കാര്യം, ആദ്യ കേസ് വന്ന സമയത്ത് രാഹുൽ പോലീസിൻ്റെ എത്തുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പാണ് അവിടെ നിന്ന് കണ്ണുപെട്ടിച്ച് അയാൾ വിവിധ ഒളിസ്ഥലങ്ങളിലേക്ക്, തമിഴ്നാട്, കർണാടക അടക്കമുള്ള ഒളിസ്ഥലങ്ങളിലാണ് അയാൾ ഒളിവിൽ കഴിഞ്ഞതെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് മുങ്ങിയത്. ആ ഒരു അവസ്ഥ ഇത്തവണ ഉണ്ടാകരുത് എന്നുള്ള ഒരു തീരുമാനം അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഷാഡോ തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തുകയും ഈ രാഹുൽ പാലക്കാട് ഉണ്ട് എന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം ഫോട്ടോ പ്രചരിപ്പിച്ചതിലൂടെ മനസ്സിലാവുകയും അയാളുടെ ടവർ ലൊക്കേഷൻ അടക്കം നോക്കി രാത്രി ഷൊർണൂർ DVSPയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക ടീം, വനിതാ SI അടക്കമുള്ള ആൾക്കാരുടെ നേതൃത്വത്തിലുള്ളൊരു ടീം അവിടേക്ക് എത്തുകയും ഹോട്ടലിലേക്ക് എത്തുകയും ഹോട്ടലിലെത്തി 2002 എന്ന മുറിയിൽ നിന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലാക്കിയായിരുന്നു. പോലീസ് കസ്റ്റഡി എടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ എന്തിനാണ് കസ്റ്റഡി എടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ച് എതിർക്കാൻ ശ്രമിച്ചു. എന്നാൽ തെളിവുകളുണ്ട്, രേഖകളുണ്ട്, അറസ്റ്റിലാവുന്നതാണ്, ബലപ്രയോഗം നടത്തുന്നത് ശരിയല്ല, അതിന് മുതിരരുത് എന്ന് DVSP പറയുകയും അങ്ങനെ പിന്നീട് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്, ആ CCTV ദൃശ്യങ്ങളൊക്കെ കാണുന്നത് പോലീസിനേക്കാൾ ഒരുപടി മുമ്പിൽ നടന്നു പോകുന്ന രാഹുലിനെയാണ്. ആ ഒരു ദൃശ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അയാൾ അറസ്റ്റിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ പെൺകുട്ടി ആരാണ് എന്നുള്ള ആദ്യ ചോദ്യത്തിന് തനിക്കറിയില്ല എന്നുള്ള മറുപടിയായിരുന്നു പോലീസിന് ഈ രാഹുൽ പാലക്കാട് വരെ രാഹുൽ നൽകിയത്. എന്നാൽ ഇതിൻ്റെ ഓരോ തെളിവുകളും നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ, രേഖകൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടിയെ അറിയാമെന്നുള്ള ഒരു കാര്യം രാഹുൽ പറയുന്നു. പിന്നീട് ഓരോ കാര്യങ്ങളും സംബന്ധിച്ച് വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ
രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 4.5 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. അതിനുശേഷം ഒരു ഇടവേളയെടുത്ത് ഭക്ഷണം നൽകിയ ശേഷമാണ് ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യലിലേക്ക് പോകുന്നത്. കൂടുതൽ തെളിവുകൾ കാര്യം കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് തന്നെ ഇനി എന്തായാലും കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. ഇതിൻ്റെ കൂടുതൽ തെളിവെടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ കോടതിയിൽ നൽകുന്നതിന് കോടതിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിന് മുന്നിലുള്ള SITക്ക് മുന്നിലുള്ള പ്രധാന കടമ്പ. അതിനുവേണ്ടിയുള്ള നീക്കം തന്നെയാണ്, അതിനുവേണ്ടിയുള്ള ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. DIG ഏതാണ്ട് ഇവിടെ എത്തിയിട്ട് ഏതാണ്ട് 3 മണിക്കൂർ പിന്നിടുന്നു. ഇതുവരെ അവർ പുറത്തേക്ക് വന്നിട്ടില്ല. അവർ രാഹുലിനെ ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണ്. ഓരോ തെളിവുകൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും രാഹുൽ ആദ്യം നിഷേധിക്കും. അപ്പോൾ പോലീസ് തെളിവുകൾ കാട്ടി രാഹുലിനോട് കാര്യങ്ങൾ വീണ്ടും വിശദീകരിക്കും. അപ്പോഴാണ് താൻ ഓരോ കാര്യങ്ങൾ സമ്മതിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 3ാമത്തെ കേസിൽ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയും വ്യക്തി എന്ന രീതിയിലുള്ള ഒരു ഭാവി എല്ലാം തന്നെ തകർന്നതാണ്. അതിന് കൃത്യമായ തെളിവുണ്ട്. കണ്ണനായരാണ് പത്തനംതിട്ട AR ക്യാമ്പിന് മുന്നിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 3ാമത്തെ പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റും നടന്നിരിക്കുന്നത്. കണ്ണൻ നായരും അനന്തകൃഷ്ണനും ഗോകുലും ഒക്കെയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രധാനപ്പെട്ട ഓരോ വിവരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്.